ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന മോഹിനി അവളെ ഉണ്ണിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഉപദേശിക്കുന്നുണ്ടെങ്കിലും ഇനി അയാളുമായിട്ടുള്ള ഒരു ജീവിതം ഇല്ലെന്ന് പറഞ്ഞ വാശിയിൽ തന്നെ നിൽക്കുകയാണ് കരുണ. തുടർന്ന് ഇത്രയും കാലം മറച്ചു വെച്ച ആ മഹാസത്യം കരുണയുടെ മുന്നിൽ തുറന്നു പറയുകയാണ് മോഹിനി ചെയ്യുന്നത്. കണ്ണൻ്റെ അച്ഛനും കണ്ണനും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിലേക്ക് പാഞ്ഞു കയറി ആ ലോറി ഓടിച്ചിരുന്നത് നിൻ്റെ അച്ഛനാണെന്നും 5 വയസ്സുകാരിയായ ലക്ഷ്മി മോളെ എല്ലാത്തിനും സാക്ഷിയാണെന്നും കണ്ണനോ ഉണ്ണിയുടെ വീട്ടിൽ ആർക്കോ ഇതറിയില്ല എന്നും ഉണ്ണി എന്നെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കവിളത്തായിരിക്കും അവൻ്റെ കൈയുടെ പാടുണ്ടാകുക എന്നെല്ലാം മോഹിനി പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കരുണ. തുടർന്ന് അമ്മ ഇതെല്ലാം കള്ളം പറയുന്നതാണെന്നും അച്ഛനിൽ നിന്നും നേരിട്ടറിയാതെ ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല എന്നും കരുണ പറയുന്നുണ്ട്. അങ്ങനെ കരുണ സത്യം തേടി പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തെത്തുന്നു. തുടർന്ന് അമ്മ എന്നോട് ചിലത് പറഞ്ഞു എന്നും കണ്ണേട്ടൻ്റെ അച്ഛനും കണ്ണേട്ടനും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ലോറി ഇടിച്ചു കയറ്റിയത് അച്ഛനാണോ എന്ന് കരുണ ചോദിക്കുമ്പോൾ അത് കേട്ട് വല്ലാതാകുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും. തുടർന്ന് ഇനി എന്തിനാണ് പ്രതാപ എല്ലാം മോളോട് മറച്ചു വയ്ക്കുന്നത്? ആ രാക്ഷസി മറ്റാരോടും പറയില്ല എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ മോളോട് ഇപ്പോൾ പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള കാര്യം കരുണ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രതാപൻ എല്ലാ സത്യങ്ങളും കരുണയോട് തുറന്നു പറയുന്നു. തുടർന്ന് ഇവനൊരു അബദ്ധം പറ്റിയതാ മോളെ, ആ വാമൻ പറഞ്ഞിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ 5 വയസ്സുകാരിയായ ലക്ഷ്മിയുടെ മനസ്സിൽ എല്ലാം മായാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്നെങ്കിലും കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ വീട്ടുകാരും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും നാൾ വലിയ അഹങ്കാരത്തോടെയാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞത്. ഇപ്പോൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. എന്തെങ്കിലും സത്യം അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു വിലയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കരയുമ്പോൾ കണ്ണനും ലക്ഷ്മിയും വേർപിരിഞ്ഞതുകൊണ്ട് ഇനി ലക്ഷ്മി ഇതെല്ലാം കണ്ണനോട് പറഞ്ഞാൽ തന്നെ കണ്ണൻ ഇത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആരും ഇതറിയാൻ പോകുന്നില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. പ്രതാപനും മുത്തശ്ശിയും എന്തൊക്കെ പറഞ്ഞിട്ടും കരുണ അവരുടെ വാക്കുകളൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കരുണ അവരോട് പെരുമാറുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി കരുണയുടെ മനസ്സിൽ പ്രതാപനോടും മുത്തശ്ശിയോടും ഒരു നീരസം തോന്നുന്നുണ്ട്. ഒരു കൊലയാളിയുടെ മകളായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ കരുണയ്ക്ക് തന്നോട് തന്നെ സ്വയം ഒരു വെറുപ്പാണ് കേട്ടോ തോന്നുന്നത്. ഏതായാലും വല്ലാതെ മനസ്സുലഞ്ഞുകൊണ്ടാണ് കരുണ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ അവിടെ ഉണ്ണിയും വന്നിട്ടുണ്ട്. പ്രതാപനിൽ നിന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ കരുണ ഒന്ന് അടങ്ങുമെന്നും ഉണ്ണിയോടൊപ്പം കമലേശ്വരത്തേക്ക് പോകാൻ തയ്യാറാകും എന്ന് കരുതി തന്നെയാണ് മോഹിനി ഉണ്ണിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ധൈര്യം കിട്ടുന്നില്ല കേട്ടോ കരുണയ്ക്ക്. തുടർന്ന് എന്താ കരുണ നിൻ്റെ ദേഷ്യമൊക്കെ തീർന്നോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോനെ, ഇനി അവൾക്ക് കുറച്ചൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഞാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നിന്ന ഇവൾക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കരുണ. മോളുടെ അച്ഛനും മുത്തശ്ശിയും ഇവളോട് എന്തെങ്കിലും പറഞ്ഞു കാണും. അവർ പറഞ്ഞാലാണല്ലോ മോൾ എന്തും വിശ്വസിക്കുക എന്ന് അർത്ഥം വെച്ച് മോഹിനിയും ഇതേ സമയം പറയുന്നുണ്ട്. ഏതായാലും കരുണ ഉണ്ണിയോടൊപ്പം പോകുന്നു. അച്ഛൻ തുറന്നു പറഞ്ഞ ആ കാര്യങ്ങൾ കരുണയുടെ മനസ്സിനെ വല്ലാതെ തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഉണ്ണിയോട് കാറ് നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കരുണ. ശേഷം ഉണ്ണിയേട്ടൻ്റെ അച്ഛനും കണ്ണേട്ടൻ്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയതല്ലേ, എന്നിട്ട് ആ ലോറി നിർത്താതെ പോയല്ലേ എന്നും ആ ദുഷ്ടൻ ആരായിരിക്കും എന്നും എന്തെങ്കിലും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി തന്നെ കരുണ ചോദിക്കുമ്പോൾ അയാളെ എങ്ങാനും എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഞങ്ങളുടെ അച്ഛൻ്റെ ദേഹത്തേക്ക് ലോറി ഇടിപ്പിച്ച് കയറ്റിയതിന് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഞാനും കണ്ണേട്ടനും ഒക്കെ. അങ്ങനെ ലോറി ഇടിപ്പിച്ച് കടന്നു കളഞ്ഞ അയാളൊന്നും ഒരു മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല. ലോക ക്രിമിനലാണ് അയാളെന്നും ഉണ്ണിയുടെ ആ പ്രതികരണം കേട്ട് വിളറി വെളുത്ത് പോകുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ ഉണ്ണിയുടെ പ്രതികരണത്തിൽ നിന്നും തന്നെ കരുണയ്ക്ക് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്. അതായത് എന്തെങ്കിലും കണ്ണേട്ടനും ഉണ്ണിയേട്ടനും ഒക്കെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അച്ഛനാണ് അവരുടെ അച്ഛനെ കൊന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ തന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കരുണ അവിടെ തിരിച്ചറിയുന്നു. അങ്ങനെ കരുണ കമലേശ്വരത്ത് തിരികെ എത്താണ്. കരുണ തിരിച്ചെത്തിയതിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ദുർഗയ്ക്ക്. തുടർന്ന് ഇവൻ ചെയ്തതിനൊക്കെ അമ്മ മോളോട് മാപ്പ് ചോദിക്കുകയാണെന്നും മോളുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ പ്രതികരിക്കൂ എന്നും തുടർന്ന് ദുർഗ പറയുന്നുണ്ട്. മോളുടെ വീടും പറമ്പും ഒക്കെ മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലല്ലേ, അത് മോളെ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് മോളുടെ പേരിൽ എഴുതി വാങ്ങിക്കണം. മാത്രമല്ല അച്ഛൻ്റെ മറ്റു സ്വത്തുക്കളും മോളുടെ പേരിലേക്ക് ആക്കാൻ അച്ഛനോട് പറയണം. കല്യാണത്തിന് മോൾക്ക് കുറച്ച് സ്വർണവും
ഫിക്സഡ് ഡെപ്പോസിറ്റും ഉണ്ടെന്നല്ലാതെ വേറെ പണമൊന്നും കാര്യമായിട്ടുള്ള പണമൊന്നും മോളുടെ അച്ഛൻ മോൾക്ക് തന്നിട്ടില്ലല്ലോ. മോളുടെ അച്ഛന് കോടികളുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കും മോളുടെ അച്ഛനും ഒന്നും കൊടുത്തിട്ടില്ല എന്നല്ലേ പറയുമ്പോൾ എനിക്കിപ്പോൾ അതിനോടൊന്നും അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല അമ്മേ. ഏതായാലും ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ കരുണ ദുർഗ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലായി കഴിഞ്ഞാൽ നാളെ എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞാലും ഉണ്ണിയേട്ടനും അമ്മയും എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടില്ല. എൻ്റേതായിട്ടുള്ള ഒരു വില എനിക്ക് ഈ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് എൻ്റെ പേരിലേക്ക് മാറ്റാൻ അച്ഛനോട് പറയണം എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കരുണ. അങ്ങനെ വീണ്ടും കരുണ പ്രതാപനെയും മുത്തശ്ശിയും ചെന്ന് കാണുന്നു. എന്നിട്ട് വീടും പറമ്പും എല്ലാം എൻ്റെ പേരിലേക്ക് ആക്കണമെന്നും ലക്ഷ്മി ഇപ്പോൾ കോടീശ്വരി ആയതുകൊണ്ട് അവൾക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും അമ്മയോട് പറഞ്ഞ് അച്ഛൻ ഇത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അതുമാത്രമല്ല അച്ഛൻ്റെ മാത്രമായിട്ടുള്ള സ്വത്തുക്കളും എൻ്റെ പേരിലേക്ക് ആക്കി നൽകണം എന്നെല്ലാം കരുണ പറയുമ്പോൾ അത് പിന്നെ മോളോട് പറയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മോളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇവൻ്റെ ബിസിനസ് എല്ലാം നഷ്ടത്തിലാണെന്നും വീടും പറമ്പും വരെ പണയത്തിലാണെന്നും കോടികളുടെ കടമുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ നിന്നും ജപ്തി ഉണ്ടാകും. കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ ഉണ്ണിക്ക് കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ഇവനൊക്കെ കാത്തിരിക്കുന്നത് എന്നും പ്രതാപനും മുത്തശ്ശിയും മറ്റൊരു സത്യം കൂടി കരുണയോട് തുറന്നു പറയുന്നു. അങ്ങനെ ഇതുവരെ കോടീശ്വരിയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന കരുണയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. ഏതായാലും കരുണ കാൽക്കാശിൻ്റെ പോലും ഗതിയില്ലാത്തവളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുർഗയുടെയും ഉണ്ണിയുടെയും ആ തനി നിറം കരുണ തിരിച്ചറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്